അപ്പോൾ എല്ലാവർക്കും കലവില റിയാക്ഷൻസിന്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ക്രൈം ഫയൽസ് പറഞ്ഞ സീസണിന്റെ 2ാം സീസണിന്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 5 SHOമാരെയും വിവിധ സ്റ്റേഷനുകളിലായി 12ഓളം സിവിൽ പോലീസ് ഓഫീസർമാരെയുമാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ കംപ്ലീറ്റ് ഗ്രൗണ്ട് സപ്പോർട്ട് പോയി കിടക്കുക. ലോ ആൻഡ് ഓർഡറിൽ ഫസ്റ്റ് ടൈം വെർജിന Let's not blow this out into the public. പോലീസുകാരെ നടന്നു കാണാനായിട്ട് രണ്ട് ASIമാരും ഒരു SI പ്രതികൾ സ്ഥിരം ടൈപ്പ് കേസല്ലാത്തതുകൊണ്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. രണ്ട് സ്റ്റേറ്റുകളുടെ ഇടയിലുള്ള കാര്യമല്ലേ, പ്രോട്ടോകോൾസിനോട് വെക്കല്ല. പുറത്തു വന്ന അവരും നാറും നമ്മളും നാറും. ഇപ്പോഴത്തെ ഈ നിലയിൽ എന്തോ 2 സ്റ്റേറ്റ് തമ്മിലുള്ള ഇഷ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് പ്രാവശ്യത്തെ കേസ്? കേരള പോലീസിന്റെ ഫുള്ള് ഇമേജും തകർത്തെന്നൊക്കെ പറയുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ട് കേസാണ്. ഇപ്പൊ നമുക്ക് കണ്ട കാസ്റ്റും അർജുൻ രാധാകൃഷ്ണനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. കണ്ണൂർ സ്കോഡത്തെ വില്ലനാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം ലാസ്റ്റ് ഐഡന്റിറ്റി ചെയ്ത് വേറെ ലുക്കായിട്ട് വേറെ ലുക്ക്. പിന്നെ ഇന്ദ്രസിനെ കണ്ടു, പെർഫോമൻസ് വൈസ് പൊളിക്കാനുള്ള പോക്കാണ്. അജു അതെ ഉണ്ട്, പക്ഷെ ചെറിയ റോളായിരിക്കും. പക്ഷെ വരുമ്പോ അജു ഇല്ല, അത് വേറെ. അതെ അതെ അതെ, നമുക്ക് അതുപോലെ തന്നെ നവാസും വേണം. നവാസും അജുവിന്റെ ഒപ്പം കട്ടൊക്കെ നിൽക്കുന്ന ആളാണ്. ലാലു പിന്നെ എന്തായാലും വേണത് ജോലിയൊന്നും നിന്റെ സ്വന്തയെ കുടിച്ചെടുത്തുണ്ടാക്കിയൊന്നുമില്ല. എല്ലാവരും തെറിക്കും. അതവര് പറയൂല സാറേ, ആരോട് എന്തരൊക്കെ പറയണമെന്ന് നല്ല ബോധ്യമുള്ളവരാ. അപ്പോ ശരിക്കും കള്ളനും പോലീസും കളി തന്നെയായി. ആടിക്കളിക്കുന്ന മനസ്സാണല്ലോ മാർക്കൊക്കെ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം, ചുമ്മാ എടുക്കാം. ഏതായാലും ചേർത്തല പോലെ എറണാകുളം വരെ നമുക്ക് അടുപ്പിക്കാം. വടക്കോട്ട് കരുനാപ്പള്ളി കടന്നിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ കിട്ടും. ഇന്ത്യയിൽ തന്നെ ഇത്രയും റീസെന്റ് ഇൻസിഡൻസ് ക്രിട്ടിക്കലി നല്ലൊരു പെർഫോമൻസ് വൈസ് നന്നായിട്ട് പെർഫോം ചെയ്യാനും നല്ല ക്രിട്ടിക്കൽ ആയിട്ട് വരാൻ എന്തോ ഫാമിലി ആയിട്ടൊരു ഇഷ്യൂ സംഭവിക്കാതെ ഇൻഡ്രൻസ് ഒക്കെ ഒരുമിച്ച് നിൽക്കണം. എന്തോ അല്ല ഇൻഡ്രൻസ് പോലീസായിട്ട്. പിന്നെ ഇത് കാണുമ്പോൾ അജു എന്തോ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ക്യാരക്ടറെ നല്ലപോലെ യൂസ് ചെയ്യണം അവര്. പിന്നെ എന്താ നിങ്ങളതൊക്കെ പുറത്തു പറയാറുന്നത്? പിന്നെ നിന്നെപ്പോലെ ഇത്ര ഇൻസെൻസിറ്റീവ് ആയിരിക്കണം എന്നാണോ? ഞാനിത് ഒരു പേപ്പറിൽ എഴുതരാനും പോകുന്നില്ല, ഒരു എൻക്വയറിക്കും വന്ന് സ്റ്റേറ്റ്മെന്റും തരാൻ പോകുന്നില്ല. ഒരു സ്ലിപ്പ് ആരുടെ വായിന്നും വന്നേക്കാം. ആവശ്യം വരാണെങ്കിൽ എക്സ്പെർട്സ് എവിടെ നിന്ന് വേണമെങ്കിലും വിളിപ്പിച്ചോളൂ. കേരള പോലീസാ. നാടലുമ്പ സാറേ, ക്രിമിനൽസ് മാന്യത കാണിച്ചേ പറ്റൂന്ന് നമ്മൾ വാശി പിടിക്കും. കഴിഞ്ഞ വട്ടം ഷിജു പാറയിൽ വീട് നീന്തകര. അല്ല അത് ഏത് ഉറക്കത്തിൽ കഴിഞ്ഞ വട്ടം ഒരു സ്ത്രീ മരണപ്പെടുക, ആ കേസ് അന്വേഷിച്ചു, ആ പേര് കിട്ടുക, പിന്നെ അത് അന്വേഷിച്ചു വരുന്നുള്ളൂ. ഇത് വേറെ സ്റ്റേറ്റിലൊക്കെ പോയിട്ട് ഇത് ഇപ്പോ നമ്മള് അതിൽ കണ്ടിരുന്ന എല്ലാ ആൾക്കാരും അവർക്ക് തന്നെ അതിൽ വർക്ക് ചെയ്തിരുന്നത്. 2ാം സീസൺ വരുമ്പോൾ കേസ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ ജിയോ ബേബിനെ ഇതിനിപ്പോ നന്നാവുകയാണെങ്കിൽ ഇത് ഇതേപോലെ അടുത്തൊരു കേസ് വേറൊരാള് ഇവരൊക്കെ ഇതിലൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അതെ അതെ അതെ, ഇത് നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി. അതെ അതെ അതെ, ഒരു സിനിമ പോലെ. അതെ. അപ്പൊ എന്തായാലും ജൂൺ മാസം ഈ മാസം തന്നെയാണ് ഇത് റിലീസ് ആവാൻ പോകുന്നത് കേൾക്കുന്നുണ്ട്. കൃത്യം ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇതിപ്പോ ടീസറാണ്, ഒരു ട്രെയിലറും കൂടെ എന്തായാലും വരും. വരുമ്പോ നമുക്ക് അതും റിയാക്ട് ചെയ്യാം. Stay.